ഇന്നേ കുറച്ച് നേരം ടി വിയും കണ്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോൾ അതേ പുള്ളിക്കാരി ഈ ഒരു നൂലിന്റെ ബണ്ടിലും കൊണ്ടിട്ട് എൻ്റെ അടുത്തേക്ക് വന്നുട്ടെ എനിക്കൊരു മാല കെട്ടിത്തരാൻ പറഞ്ഞിട്ട്. നാളെ വിജയദശമി ആയ കാരണം ഓട്ടോമ മാല ഇടാനായിട്ടാണ് കേട്ടോ. മാല മേടിക്കാനായിട്ട് കടയിൽ പോയപ്പോഴോ ഒടുക്കത്തെ വിലയും അതുമാത്രമല്ല പൂവും തുളസിയും ഒക്കെ ആകെ വാടിയിട്ടേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മാല മേടിച്ചില്ല എന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരു പ്രാവശ്യം ഞാൻ വെറും തുളസി വെച്ചിട്ടേ മാല കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ പറയാ നമ്മുടെ മുറ്റത്ത് തുളസിയും ചെട്ടിപ്പൂവും ഒക്കെ ഉള്ളപ്പോ പിന്നെ എന്തിനാ വേറെ മാല മേടിക്കേണ്ട ആവശ്യം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് നൂലിന്റെ ബണ്ടിൽ എന്റെ കയ്യിലേക്ക് എടുത്ത് തന്നത് കേട്ടോ. ആരും ഞാൻ മാല കെട്ടി കൊടുക്കുന്ന വെച്ചാലും പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇടയ്ക്ക് പറയും എൻ്റെ അമ്മ കെട്ടുന്ന മാലയുടെ അത്രയും അങ്ങോട്ട് ഭംഗിയില്ലാന്ന്. എന്നാ പിന്നെ മോൻ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ പറയും ഇത് ഭയങ്കര ഭംഗിയാണ്. സത്യം പറഞ്ഞാൽ അമ്മ കെട്ടണ മാലയുടെ അത്ര ഭംഗിയൊന്നുമില്ല കേട്ടോ ഞാൻ കെട്ടണ മാല. പിന്നെ എനിക്കറിയാവുന്ന വിധത്തിൽ തുളസിയും ചെട്ടിയൊക്കെ വെച്ചിട്ട് കുറച്ച് കഷ്ടപ്പെട്ടാലും ഒരു നല്ലൊരു മാല തന്നെ ഉണ്ടാക്കി എടുത്തു കേട്ടോ. മാല കെട്ടുമ്പോൾ ഇടയ്ക്ക് ഞാൻ ദേ ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നതേ ബിഗ് ബോസ് കാണുകയാണ് കേട്ടോ. സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. അപ്പൊ അതേ മാല കെട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടാലും മാല നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരനും ഇഷ്ടപ്പെട്ടു. അപ്പൊ ദേ രാവിലെ പുള്ളിക്കാരൻ എഴുന്നേറ്റ് ദേ വണ്ടിയുമേ മാല കെട്ടുകയാണ് കേട്ടോ. ഈ ചെട്ടിപ്പൂവൊക്കെ ഇല്ലേ ഓണത്തിന് പൂക്കളിടാനായിട്ട് ഓണത്തിന് മുന്നേ വെച്ച് പിടിപ്പിച്ച തെയ്യാണ് കേട്ടോ. പക്ഷെ ഓണം കഴിഞ്ഞു ഇപ്പോഴാണ് നിറച്ചും പൂക്കൾ ദേ ഇതുപോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ. എന്തായാലും പൂക്കളത്തിൽ ഇടാൻ പൂക്കളൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലെ വിരിഞ്ഞു നിൽക്കാനും ഇതുപോലെ വണ്ടിയുമ വയ്ക്കാനൊക്കെ ഇപ്പൊ പൂക്കൾ ഉണ്ടായത് നന്നായില്ലേ. അപ്പൊ എന്തേ പുള്ളിക്കാരൻ വണ്ടി എടുത്തിട്ട് ഓട്ടത്തിന് പോവാൻ കേട്ടോ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.